ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഈ വീട്ടിൽ സംഭവിച്ചതൊക്കെ നിനക്കറിയാലോ. സ്നേഹയുടെ കാര്യവും നന്ദേട്ടന്റെ കാര്യവും എല്ലാം. പിന്നെ വൃന്ദാവനത്തിലെ കാര്യം നിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ രണ്ടുപേരും കൂടി ഒരു ജോത്സ്യനെ കാണുന്ന കാര്യം അച്ഛനോട് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ഛന് പരിചയമുള്ള ഒരു ജോത്സ്യനെ പോയി കണ്ടു. തെളിച്ചു പറഞ്ഞാൽ പച്ച ജീവനോട് കത്തിച്ചു കൊന്ന ഒരു ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ വന്ന് ജനിക്കാൻ പോകുന്നു. ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തത് മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. അതിലെല്ലാം തകർന്നു പോകും. ഇന്നുള്ളതെല്ലാം ഇല്ലാതാകും. അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആ ജനനം തടഞ്ഞേ പറ്റൂ. ഇതിനെയൊക്കെ വിധിന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ നിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, വേറെയും ആളുകളില്ലേ? സ്നേഹിക്ക് സംഭവിച്ചത് സാധാരണ ഏതൊരു പെൺകുട്ടിക്കും പ്രഗ്നൻസി പീരീഡിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. നന്ദേട്ടനെ മനഃപൂർവ്വം ആരോ കൊല്ലാൻ ശ്രമിച്ചതാ. അതിന്റെ പിന്നിൽ ആരാണെന്ന് പോലീസ് കണ്ടെത്തിക്കോളും. പിന്നെ അനൂപേട്ടന്റെ വണ്ടി ആക്സിഡന്റ്. ഇപ്പോഴത്തെ കാലത്ത് റോഡിലെ ഈ തിരക്കിനിടയിൽ ഒരു ആക്സിഡന്റ് അത് സർവ്വസാധാരണമാ. ഇതെല്ലാം കൂടി അച്ചച്ചനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷമാണെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ അച്ഛനുണ്ട്, ഞാനുണ്ട്, സന്ദീപുണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്, പോരെങ്കിലും അനഘയുണ്ട്. ഞങ്ങൾക്കാർക്കും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇതെല്ലാം ഇനിയും ജനിച്ചിട്ടില്ലാത്തൊരു കുഞ്ഞിന്റെ തലയിൽ കൊണ്ടുവെക്കുന്നത്? കാര്യങ്ങളൊന്ന് നോക്കാൻ ഞങ്ങളൊരു ജോത്സ്യനെ കാണണമെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ കുടുംബത്തിലുള്ള ആളുകളെ തമ്മിൽ തല്ലിക്കാനുള്ള കാര്യങ്ങളാ ആ ജോത്സ്യം പറഞ്ഞത്. അതുകൊണ്ട് ഇതങ്ങനെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവനവന് സംഭവിക്കുന്നത് വരെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ. നിനക്കും നിന്റെ ഭർത്താവിനും കുഞ്ഞിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് സംഭവിച്ച നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ലെന്ന് പറയരുത്. ഒരു കാര്യമില്ലാതെയാ എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. നിനക്ക് നിസ്സാര കാര്യമായിരിക്കും. ഏട്ടന് പറ്റിയ അപകടവും നിന്നെ ബാധിക്കില്ലായിരിക്കും. ആ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ കുടുംബത്തിലുള്ള ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത്. ഞാൻ ആരെയും തമ്മിൽ തെറ്റിക്കാനൊന്നും പറഞ്ഞല്ല. അച്ഛനോട് എന്നോടും ജോത്സ്യം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ നിങ്ങൾ ആരും വഴക്കിടേണ്ട ഒരു കാര്യമില്ല. സ്നേഹ, ഇങ്ങനൊരു കുഞ്ഞ് വയറ്റിൽ വന്ന് ജനിച്ചത് അർച്ചന എന്തേലും തെറ്റ് ചെയ്തിട്ടാണോ? ഒരിക്കലും അല്ല. ആതിര പറഞ്ഞത് ശരിയാ. നന്ദേട്ടനെ ആരോ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാ. അത് ചെയ്തത് ആരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. ദൈവത്തിന്റെ കാര്യങ്ങള് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മള് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ട.